നമസ്കാരം. കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട് വനിതകളെ കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് ഇത്. ഞാൻ ശ്യാം. ഏവർക്കും അഡ്ഹോക് ലേണിംഗ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കാമച്ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഭാഗവും പറഞ്ഞിരുന്നു. നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ AV കുട്ടിമാളു അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ശ്രദ്ധിക്കണം. AV കുട്ടിമാളു അമ്മ അഥവാ ആനക്കര വടക്കേടുത്ത് കുട്ടിമാളു അമ്മ. പേരെന്താണ്? ആനക്കര വടക്കേടുത്ത് കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മ 1905 ജനിച്ചത്. ഈ വർഷം പരീക്ഷകൾക്ക് വന്ന് കഴിഞ്ഞു, നോക്കി വെച്ചോണം. അക്കാമച്ചെറിയാൻ 909 ജനിച്ചപ്പോൾ AV കുട്ടിമാളു അമ്മ 905 ജനിച്ചത്. AV കുട്ടിമാളു അമ്മ മരണപ്പെട്ട വർഷം 985. അപ്പൊ AV കുട്ടിമാളു അമ്മയുടെ കാലഘട്ടം 905 985. വീട്ടുപേര് ആനക്കര വടക്കേടുത്ത്, പാലക്കാട് ജില്ലയിലെ ആനക്കര വടക്കേടുത്താണ് AV കുട്ടിമാളു അമ്മയുടെ ജന്മസ്ഥലം അല്ലെങ്കിൽ വീട്ടുപേര് അല്ലെ. തിരിച്ചു വരാം. ഈ ആനക്കര വടക്കേടുത്ത് കുടുംബത്തിൽ ജനിച്ച് പ്രസിദ്ധരായ ഒരു 5-6 സ്ത്രീകളുണ്ട്. ഒരു പരീക്ഷ ക്വസ്റ്റ്യൻ വന്നിരുന്നു. താഴെ പറയുന്ന വനിതകളിൽ ആനക്കര വടക്കേടുത്ത് കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത സ്ത്രീ ആരാണ്? അപ്പൊ നമുക്ക് ബന്ധമുള്ള സ്ത്രീകൾ ആരൊക്കെയാണെന്ന് ആദ്യം പഠിക്കാം. നമുക്ക് ഒരു പേരറിയാം, AV കുട്ടിമാളു അമ്മ. അടുത്ത പേര് നമുക്കറിയാം, അമ്മു സ്വാമിനാഥൻ. അപ്പൊ ഒരു പേരെന്തുവാണ്? AV കുട്ടിമാളു അമ്മ. അടുത്ത പേര് അമ്മു സ്വാമിനാഥൻ. അടുത്ത പേര് ക്യാപ്റ്റൻ ലക്ഷ്മി. നമുക്കറിയാം INA-യുടെ വനിതാ വിഭാഗം മേധാവിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. മറ്റൊരു പേര് മൃണാളിനി സാരാഭായി. മറ്റൊരു പേര് മൃണാളിനി സാരാഭായിയുടെ മകളായ മല്ലിക സാരാഭായി. മറ്റൊരു പേര് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകളായ സുഭാഷിണി അലി. ഓർത്തു വച്ചേക്കണം. അപ്പൊ ആനക്കര വടക്കേടുത്ത് കുടുംബവുമായിട്ട് പ്രസിദ്ധരായ സ്ത്രീകള് AV കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ, ക്യാപ്റ്റൻ ലക്ഷ്മി, മൃണാളിനി സാരാഭായി, സുഭാഷിണി അലി, മല്ലിക സാരാഭായി. AV കുട്ടിമാളു അമ്മയുടെ പ്രവർത്തന മേഖല മലബാർ ആണ്. ഏതാണ്? മലബാർ. അപ്പൊ മലബാറിലെ ദേശീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്ത്രീ ആരാണ്? AV കുട്ടിമാളു അമ്മ. ഈ ചോദ്യവും പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. മലബാറിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മ ജനിച്ച വർഷം 905. അതേ വർഷം ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ സ്വദേശി പ്രസ്ഥാനത്തിൽ AV കുട്ടിമാളു അമ്മ അംഗമായി. അതിന്റെ ഫലമായിട്ട് AV കുട്ടിമാളു അമ്മ സ്വദേശി പ്രസ്ഥാനം മലബാറിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഓർത്തു വച്ചേക്കണം, സ്വദേശി പ്രസ്ഥാനം കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ പ്രചരിപ്പിച്ച ആരാണ്? വനിത AV കുട്ടിമാളു അമ്മയാണ്. പരീക്ഷകൾക്ക് ഇത് വന്നതാണ്. സ്വദേശി പ്രസ്ഥാനം മലബാറിൽ പ്രചരിപ്പിച്ച ആരാണ്? വനിത AV കുട്ടിമാളു അമ്മ. അതിന്റെ ഫലമായിട്ട് ഈ സ്ത്രീ അറിയപ്പെട്ട പേരാണ് ദ ക്യാമ്പയിനർ ഓഫ് സ്വദേശി മൂവ്മെന്റ്. അറിയപ്പെട്ട പേരെന്താണ്? ദ ക്യാമ്പയിനർ ഓഫ് സ്വദേശി മൂവ്മെന്റ്. കൂടാതെ ആ സമയത്തെ ആളുകൾ, ജനങ്ങൾ, പ്രജകൾ സ്നേഹത്തോടെ ഇവരെ വിളിച്ച പേര് ഓപ്പ എന്നാണ്. ഓപ്പ. അപ്പോൾ ഓപ്പ എന്നും ദ ക്യാമ്പയിനർ ഓഫ് സ്വദേശി മൂവ്മെന്റ് എന്നൊക്കെ അറിയപ്പെട്ട വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. ഈ സ്ത്രീ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ശാഖ മലബാറിൽ സ്ഥാപിക്കുകയുണ്ടായി. ആ സ്വദേശി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകയായിരുന്നു AV കുട്ടിമാളു അമ്മ. അപ്പൊ കൂടെ ഒന്ന് പഠിച്ചു പോണം. 905 സ്വദേശി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ആ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് തമിഴ്നാട്ടിൽ സ്ഥാപിച്ച വ്യക്തി ആരാണ്? ആ ഉത്തരമാണ് VO ചിദംബരം പിള്ള. ഓർത്തു വച്ചേക്കണേ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ശാഖ തമിഴ്നാട്ടിൽ ആര് സ്ഥാപിച്ചു? VO ചിദംബരം പിള്ള. അപ്പൊ എക്സ്ട്രാ ഇതെന്ന് ഓർത്തു വച്ചേക്കണം. 1906 തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചതും VO ചിദംബരം പിള്ളയാണ്. മറന്നുപോകല്. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരും, നോക്കി വെച്ചോണം. 1906 തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച വ്യക്തി ആരാണ്? VO ചിദംബരം പിള്ളയാണ്. എന്താണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി? വാക്കെന്തുവാ? നാവിഗേഷൻ കമ്പനി. അപ്പൊ ഓർക്കത്തില്ലേ, കപ്പലോട്ടിയ തമിഴൻ അല്ലെ?
കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയും ആരാണ്? VO ചിദംബരം പിള്ളയാണ്. പഠിച്ചില്ലേ? തിരികെ വരാം. 1930 ഉപ്പ് സത്യാഗ്രഹ സമയത്ത് KK കേളപ്പനൊപ്പം അറസ്റ്റ് വരിച്ച മലബാറുകാരിയാണ് AV കുട്ടിമാളു അമ്മ. മറക്കല്ലേ, 1930 ഉപ്പ് സത്യാഗ്രഹ സമയത്ത് KK കേളപ്പനൊപ്പം അറസ്റ്റ് വരിച്ച മലബാറിലെ ആരാണ്? വനിത AV കുട്ടിമാളു അമ്മ. ഓർത്തു വെക്കണേ, ഉപ്പ് സമര സമയത്ത് KK കേളപ്പനൊപ്പം അറസ്റ്റ് വരിച്ച മലബാറിലെ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. പഠിച്ചില്ലേ? 1931 കോഴിക്കോട്ട് വെച്ച് നടന്ന ഒരു വിദേശ വസ്ത്ര വ്യാപാരശാലയിലേക്കുള്ള ടിക്കറ്റിങ്ങിന് നേതൃത്വം നൽകിയ വനിതയും AV കുട്ടിമാളു അമ്മയാണ്. ഓർക്കണം, AV കുട്ടിമാളു അമ്മയാണ്. ഓർത്തു വെക്കണം. 1931 കോഴിക്കോട്ട് വെച്ച് നടന്ന ഒരു വിദേശ വസ്ത്ര വ്യാപാരശാലയിലേക്കുള്ള ടിക്കറ്റിങ്ങിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മ. നമുക്ക് ഇനിയും അറിയാം, ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത ഒരേ ഒരു മലയാളി വനിതയാണ് AV കുട്ടിമാളു അമ്മ. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതിന്റെ ഫലമായിട്ട് 2 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച മലയാളി വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. ഇത് ഒരുപാട് പരീക്ഷകൾക്ക് വന്നൊരു ചോദ്യമാണ്. 2 മാസം പ്രായമുള്ള തന്റെ കുഞ്ഞുമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച മലയാളി വനിത ആരാണ്? AV കുട്ടിമാളു അമ്മ. ഈ AV കുട്ടിമാളു അമ്മ 2 തവണയാണ് മദ്രാസ് നിയമനിർമ്മാണ സഭയിലേക്ക് അംഗമായത്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, മലബാറിൽ നിന്ന് തിരഞ്ഞെടുത്ത് മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ അംഗമാക്കി. ശരിയല്ലേ? മലബാറിൽ നിന്ന് തിരഞ്ഞെടുത്ത് മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ അംഗമാക്കി. തിരിച്ചു വരാം. അപ്പൊ AV കുട്ടിമാളു അമ്മ മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ അംഗമായ വർഷങ്ങൾ പറയുമ്പോൾ യാഥാർത്ഥ്യമാണെങ്കിൽ ആ വർഷങ്ങൾ 937 946 AV കുട്ടിമാളു അമ്മ മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ അംഗമായ വർഷങ്ങൾ 937 946 പക്ഷെ പല പുസ്തകങ്ങളിലും ആ വർഷം 936 എന്നും 46 എന്നും പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥമായ ആൻസർ 37 AV കുട്ടിമാളു അമ്മ ആദ്യമായിട്ട് മദ്രാസ് നിയമനിർമ്മാണ സഭയിലേക്ക് അംഗമായത്. എങ്ങനെ? മലബാറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട്. അതിനുള്ള കാരണം 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന വർഷം 937 എന്നുള്ളതാണ്. അതിന്റെ ഫലമായിട്ടാണ് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ സ്വയം ഭരണം ഉണ്ടായത്. അപ്പോൾ ഓർത്തു വെക്കുക, AV കുട്ടിമാളു അമ്മ മലബാറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ അംഗമായി. തിരികെ വരാം. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങൾ AV കുട്ടിമാളു അമ്മ സംഘടിപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് 2 വർഷം പ്രസിഡൻസി ജയിലിൽ ആ സ്ത്രീക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഓർത്തു വെക്കണേ. അപ്പൊ പ്രസിഡൻസി ജയിലിൽ അടയ്ക്കപ്പെട്ട വനിതയാണ് ആര്? AV കുട്ടിമാളു അമ്മ. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ നയിച്ചതിന്റെ ഫലമായിട്ട് AV കുട്ടിമാളു അമ്മ 2 വർഷത്തോളം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെ 1944 എന്ന വർഷമായപ്പോൾ ഈ സ്ത്രീ ജയിൽ വിമോചിതയാകുകയും അങ്ങനെ 1944 എന്ന വർഷമായപ്പോൾ ഈ AV കുട്ടിമാളു അമ്മ KPCCയുടെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റു. ഇതും പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ്. AV കുട്ടിമാളു അമ്മ KPCCയുടെ പ്രസിഡന്റ് ആയ വർഷം ഏതാണ്? 1944. ഏതാണ്ട് ഈ ഒരു സമയം തിരുവിതാംകൂറിലെ ശക്തയായ വനിതയാണ് ആര്? അക്കമ്മ ചെറിയാൻ. പഠിച്ചില്ലേ? തിരിച്ചു വരാം. മലബാർ ഹിന്ദി പ്രചാരണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷയാണ് AV കുട്ടിമാളു അമ്മ. ഓർത്തു വെച്ചേക്കണേ, മലബാർ ഹിന്ദി പ്രചാരണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷയാണ് AV കുട്ടിമാളു അമ്മ. മാതൃഭൂമി എന്ന പത്രത്തിന്റെ പത്രാധിപരായിട്ടും പ്രവർത്തിച്ചു. മാതൃഭൂമി എന്ന പത്രത്തിന്റെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ച സ്ത്രീയാണ് AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയുടെ ഭർത്താവും അതിശക്തനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. ആ വ്യക്തിയുടെ പേര് പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. AV കുട്ടിമാളു അമ്മയുടെ ഭർത്താവിന്റെ പേര് കോഴിപ്പുറത്ത് മാധവമേനോൻ. പേരെന്താണ്? കോഴിപ്പുറത്ത് മാധവമേനോൻ. മനസ്സിലായോ? നമ്മൾ AV കുട്ടിമാളു അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകൾക്ക് വന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ, AV കുട്ടിമാളു അമ്മ 905 ജനിക്കുന്നു, 985 മരണപ്പെടുന്നു. ജന്മസ്ഥലം ആനക്കര വടക്കേടത്ത്. ആ വീട്ടിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ: 1 AV കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ, ക്യാപ്റ്റൻ ലക്ഷ്മി, മൃണാളിനി സാരാഭായി, സുഭാഷിണി അലി, മല്ലിക സാരാഭായി. മലബാറിൽ ദേശീയ സ്വാതന്ത്ര്യ സമരം നയിച്ചു.
905 സ്വദേശി പ്രസ്ഥാനത്തിന്റെ മലബാറിലെ പ്രധാനപ്പെട്ട വനിത. ദ ക്യാമ്പയിനർ ഓഫ് സ്വദേശി മൂവ്മെന്റ് എന്ന് വിളിക്കപ്പെട്ടു, ഓപ്പ എന്ന് വിളിക്കപ്പെട്ടു. 30-ലെ ഉപ്പ് സമര സമയത്ത് കെ കേളപ്പനൊപ്പം അറസ്റ്റ് വരിച്ച മലബാറുകാരിയാണ്. 31-ൽ കോഴിക്കോട്ട് വെച്ച് നടന്ന വിദേശ വസ്ത്ര വ്യാപാരശാലയിലേക്കുള്ള പിക്കറ്റിങ്ങിന് നേതൃത്വം നൽകുന്നു. ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത ആദ്യത്തെ മലയാളി വനിത. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു. 2 പ്രാവശ്യം മദ്രാസ് നിയമനിർമ്മാണ സഭയിലേക്ക് അംഗമായി. 37-ഉം 46-ഉം 42-ൽ പ്രസിഡൻസി ജയിലിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് പ്രക്ഷോഭങ്ങൾ നയിച്ചതിന്റെ ഫലമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു. 44-ൽ KPCCയുടെ പ്രസിഡന്റായി. മലബാർ ഹിന്ദി പ്രചാരണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷയാണ്. മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരായി പ്രവർത്തിച്ചു. ഭർത്താവിന്റെ പേര് കോഴിപ്പുറത്ത് മാധവമേനോൻ. ക്ലിയർ ആണോ? വ്യക്തമാണോ? ഇത്രയും ഭാഗം നല്ല പോലെ ഓർക്കാൻ ശ്രമിക്കണം. നമുക്കിനി മറ്റൊരു വ്യക്തിയിലേക്ക് വരാം. അന്ന ചാണ്ടി. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ഭാഗത്ത് ഓർത്തു വെച്ചാൽ മതി. അന്ന ചാണ്ടി. അന്ന ചാണ്ടിയും ജനിച്ച വർഷം 905. 905-ൽ അന്ന ചാണ്ടി ജനിക്കുന്നു. 996-ൽ മരണപ്പെട്ടു. ഓർത്തോണേ, 996-ൽ മരണപ്പെട്ട വ്യക്തിയാണ് അന്ന ചാണ്ടി എന്ന പ്രസിദ്ധയായ ജഡ്ജ്. അല്ലെ, തിരിച്ചു വരാം. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ജഡ്ജായ ആദ്യത്തെ വനിത. ഓർത്തോണേ, കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ജഡ്ജായ ആദ്യത്തെ വനിത. നമുക്കറിയാം കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടത്തില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ജഡ്ജ്, ഇന്ത്യയിലെ ആദ്യ വുമൺ ജഡ്ജാണ് ആര്? അന്ന ചാണ്ടി. ശരിയല്ലേ? തിരിച്ചു വരാം. അന്ന ചാണ്ടിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. ഓർത്തോണേ, അന്ന ചാണ്ടി ജന്മസ്ഥലം ഏതാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ഫസ്റ്റ് വുമൺ ജഡ്ജാണ് അന്ന ചാണ്ടി. അന്ന ചാണ്ടി സ്ത്രീകൾക്ക് വേണ്ടി പുറത്തിറക്കിയ വളരെ പ്രസിദ്ധമായ ഒരു മാസികയുണ്ട്. ആ മാസികയുടെ പേരാണ് ശ്രീമതി. പരീക്ഷകൾക്ക് വന്ന ചോദ്യം ആണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ശ്രീമതി ആരുടെ മാസികയാണ്? അന്ന ചാണ്ടി. ഈ സ്ത്രീ അറിയപ്പെട്ട പേര് ദ ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ്. ദ ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ്. ഓർക്കുക, അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. ഇത്ര ഓർത്തു വെക്കത്തില്ലേ? തിരിച്ചു വരാം. അന്ന ചാണ്ടി 905-ൽ ജനിച്ചിട്ട് 96-ൽ മരണപ്പെട്ടു. ജന്മസ്ഥലം തിരുവനന്തപുരം. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ജഡ്ജായ ആദ്യ വനിത. ഇന്ത്യയിലെ ഫസ്റ്റ് വുമൺ ജഡ്ജ്. പുറത്തിറക്കിയ മാസിക ശ്രീമതി. അറിയപ്പെട്ട പേര് ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ്. ആത്മകഥയുടെ പേര് ആത്മകഥ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ആദ്യത്തെ വുമൺ മജിസ്ട്രേറ്റ് ആരാണ്? ആദ്യത്തെ വുമൺ മജിസ്ട്രേറ്റ് ആരാണ്? അവരുടെ പേര് ഓമന കുഞ്ഞമ്മ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അന്ന ചാണ്ടിയുടെ പേര്, ഓമന കുഞ്ഞമ്മയുടെ പേര്, ഫാത്തിമ ബീവിയുടെ പേര് പരസ്പരം മാറിപ്പോവല്ലോ. ഇന്ത്യയിലെ ഫസ്റ്റ് വുമൺ ജഡ്ജാണ് അന്ന ചാണ്ടി. ഫസ്റ്റ് വുമൺ മജിസ്ട്രേറ്റ് ആണ് ഓമന കുഞ്ഞമ്മ. ശരിയല്ലേ? തിരിച്ചു വരാം. സുപ്രീം കോടതി ജഡ്ജായ ആദ്യത്തെ വനിതയാരാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജായ ഫസ്റ്റ് വനിതയാരാണ്? അത് ഫാത്തിമ ബീവിയാണ്. മലയാളിയാണ്, പത്തനംതിട്ട ജില്ലക്കാരിയാണ്. ഫാത്തിമ ബീവി എന്ന് കൂടി ഓർത്തു വെക്കണേ. നമുക്ക് തിരിച്ചു വരാം. ലളിതാംബിക അന്തർജനം. പേരെന്തുവാണ്? ലളിതാംബിക അന്തർജനം. പ്രസിദ്ധയായ എഴുത്തുകാരി അല്ലെ. ലളിതാംബിക അന്തർജനം ജനിച്ച വർഷം 909. 909-ൽ ആര് ജനിച്ചു? ലളിതാംബിക അന്തർജനം. 987-ൽ മരണപ്പെട്ടു. 987-ൽ മരണപ്പെട്ടു. ലളിതാംബിക അന്തർജനത്തിന്റെ ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂരിലെ കോട്ടപ്പുറം എന്ന് പറയും. എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പുനലൂരിലെ കോട്ടപ്പുറം. പഠിച്ചില്ലേ? ലളിതാംബിക അന്തർജനത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ആദ്യത്തെ കവിതാ സമാഹാരം. ലളിതാംബിക അന്തർജനത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ അവരുടെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ലളിതാഞ്ജലി. പേരെന്തുവാണ്? ലളിതാഞ്ജലി. നോക്കി വെച്ചോണേ. ലളിതാഞ്ജലി എന്ന കൃതി എഴുതിയ വ്യക്തി ആരാണ്? ലളിതാംബിക അന്തർജനം. ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂര്. മറക്കല്ല്. തിരികെ വരാം. ഈ വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം എഴുതിയ ഒരു നാടകമുണ്ട്. ക്വസ്റ്റ്യൻ വീണ്ടും പറയാമേ. വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം എഴുതിയ ഒരു നാടകമുണ്ട്. ആ നാടകത്തിന്റെ പേരാണ് പുനർജന്മം. പേരെന്തുവാണ്? പുനർജന്മം. ഒരാൾ പോലും മനസ്സിലോട്ട് അഗ്നിസാക്ഷി കൊണ്ടുവരല്. അത് നോവലാണ്. ശ്രദ്ധിക്കണേ. ഒന്നുകൂടെ. വിധവാ വിവാഹം പ്രമേയമാക്കിയ ലളിതാംബിക അന്തർജനത്തിന്റെ നാടകത്തിന്റെ പേരെന്താണ്? പുനർജന്മം. ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ലളിതാംബിക അന്തർജനത്തിന്റെ പ്രസിദ്ധമായ നോവലാണ് അഗ്നിസാക്ഷി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കൂടാതെ ആദ്യത്തെ വയലാർ അവാർഡ്.
പ്രഥമ വയലാർ പുരസ്കാരം ലഭിച്ച പുസ്തകമാണ് അഗ്നിസാക്ഷി. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച വർഷം 977. ആ ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയുടെ പേരാണ് എ പ്രീഫേസ് ടു ഓട്ടോബയോഗ്രഫി. ആത്മകഥയ്ക്കൊരു ആമുഖം. കിട്ടിയോ? തിരികെ വരാം. ലളിതാംബിക അന്തർജനം 1909 ജനിച്ചിട്ട് 87 മരണപ്പെട്ടു. ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂര്. അവരുടെ ഫസ്റ്റ് കവിതാ സമാഹാരം ലളിതാഞ്ജലി. വിധവാ വിവാഹം പ്രമേയമാക്കിയ ബുക്കിന്റെ പേര്, വിധവാ വിവാഹം പ്രമേയമാക്കിയ നാടകത്തിന്റെ പേര് പുനർജന്മം. നോവലാണ് അഗ്നിസാക്ഷി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് ലഭിച്ച വർഷം 977. ആത്മകഥയുടെ പേര് ആത്മകഥയ്ക്കൊരു ആമുഖം. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ആരുടെ ആത്മകഥയാണ് കനലെരിയും കാലം? ആരുടെ ആത്മകഥയാണ് കനൽ എരിയും കാലം? ആ ഉത്തരം കൂത്താട്ടുകുളം മേരി. ഓർത്തു വെച്ചേക്കണേ, കനൽ എരിയും കാലം ആരുടെ ആത്മകഥയാണ്? കൂത്താട്ടുകുളം മേരി. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ആരുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നിറഞ്ഞ വഴിയിൽ? ചോരയും കണ്ണീരും നിറഞ്ഞ വഴിയിൽ. പേര് കെ ദേവയാനി. അപ്പൊ കെ ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നിറഞ്ഞ വഴിയിൽ. പഠിച്ചില്ലേ? തിരികെ വരാം. നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു വനിതയുടെ പേര് ആര്യാപ്പള്ളം. ആര്യാപ്പള്ളം ഏകദേശം വള്ളുവനാട്ടിൽ ജനിച്ച സ്ത്രീയാണ് ആര്യാപ്പള്ളം. ഇപ്പോൾ പറയുവാണെങ്കിൽ വടകരയുടെ ഭാഗമാണത്. അപ്പൊ ഓർത്തു വെച്ചേക്കണം, വള്ളുവനാട്ടിലെ വനിതയാണ് ആര്? ആര്യാപ്പള്ളം. ആര്യാപ്പള്ളവുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് മിക്കവാറും പരീക്ഷകൾക്ക് വരാറുണ്ട്. അതിലൊന്നാണ് കാതുമുറി പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാര്? കാതുമുറി പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാര്? ആരാ ഉത്തരം? ആര്യാപ്പള്ളം. കൂടാതെ 1947 കേരളത്തിലുണ്ടായ അതിശക്തമായ ഒരു സമരമുണ്ട്, പാലിയം സത്യാഗ്രഹം എന്ന് പറയും. പേരെന്തുവാണ്? പാലിയം സത്യാഗ്രഹം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അയിത്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ആദ്യ സമരമാണ് പാലിയം സത്യാഗ്രഹം. ആ പാലിയം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് ബ്രാഹ്മണ മാർച്ച് നയിച്ച വ്യക്തിയാണ് ആര്യാപ്പള്ളം. ഓർത്തു വെച്ചേക്കണേ, പാലിയം സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ബ്രാഹ്മണ മാർച്ച് ആര് നയിച്ചു? ആര്യാപ്പള്ളം. അപ്പോൾ ഈ പാലിയം സമരത്തെ അനുകൂലിച്ചുകൊണ്ട് സൗഹൃദ മാർച്ച് ആര് നയിച്ചു? ഫ്രണ്ട്ലി മാർച്ച്. സൗഹൃദ മാർച്ച് ആര് നയിച്ചു? അവരുടെ പേരാണ് കെ കൗസല്യ. കെ കൗസല്യ. ഓർത്തു വെക്കണേ. അപ്പൊ ആരുടെയാണ് സൗഹൃദ മാർച്ച്? കെ കൗസല്യ. ആരുടെയാണ് ബ്രാഹ്മണ മാർച്ച്? ആര്യാപ്പള്ളം. പഠിച്ചില്ലേ? നമുക്ക് തിരികെ വരാം. അങ്ങനെയാണെങ്കിൽ പാലിയം സത്യാഗ്രഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വനിതയുണ്ട്. അവരുടെ പേര് രമാ തമ്പുരാട്ടി. രമാ തമ്പുരാട്ടി. പറഞ്ഞ പേരെന്തുവാണ്? രമാ തമ്പുരാട്ടി. ഓർത്തു വെച്ചേക്കണേ. നമുക്ക് തിരികെ വരാമേ. അപ്പൊ ആര്യാപ്പള്ളം വള്ളുവനാട് പ്രദേശം, കാതുമുറി പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വനിതയാണ്. പാലിയം സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ബ്രാഹ്മണ മാർച്ച് നയിച്ചു. ഫ്രണ്ട്ലി മാർച്ച് കെ കൗസല്യ. പാലിയം സമരത്തിൽ പങ്കെടുത്ത മറ്റൊരു വനിതയാണ് രമാ തമ്പുരാട്ടി. തിരിച്ചു വരാമല്ലോ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഗുരുവായൂർ സമരം സന്ദർശിച്ച വനിതയാണ് ആര്യാപ്പള്ളം. മറക്കല്ലേ, ഗുരുവായൂർ സത്യാഗ്രഹം സന്ദർശിച്ച ആരാണ്? വനിത ആര്യാപ്പള്ളം. ഇനി VT ഭട്ടതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം മറക്കുട ബഹിഷ്കരിക്കുവാൻ തീരുമാനിച്ചു. അപ്പൊ ആ വാക്കെന്തുവാ? മറക്കുട ബഹിഷ്കരണം അല്ലെ. VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ബ്രാഹ്മണ സ്ത്രീകൾ അഥവാ അന്തർജനങ്ങള് മറക്കുട ബഹിഷ്കരിക്കുവാൻ തീരുമാനിച്ചു. ആ മറക്കുട ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയ ആരെല്ലാമാണ്? വനിതകൾ. ഒരു പേരെന്തുവരും? ആര്യാപ്പള്ളം. ഒരു പേരെന്തുവാണ്? ആര്യാപ്പള്ളം. അടുത്ത ആളുടെ പേര് പാർവതി നെന്മിനി മംഗലം. VTയുടെ പെങ്ങളായ പാർവതി നെന്മിനി മംഗലം. ഓർത്തു വെക്കണേ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, വിട്ടുപോവല്. VTയുടെ നിർദ്ദേശപ്രകാരം മറക്കുട ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ആര്യാപ്പള്ളം, പാർവതി നെന്മിനി മംഗലം. ഇതിൽ VT ഭട്ടതിരിപ്പാടിന്റെ വീട്ടുപേരായിരുന്നു രസിക സദനം. വീട്ടുപേരെന്തുവാണ്? രസിക സദനം. VTയുടെ മുഴുവൻ പേര് വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരി എന്നാണ്. പക്ഷെ VT ഭട്ടതിരിപ്പാട് ഒരു വീട്ടുപേരായിട്ട് ഒരു പേര് സ്വീകരിച്ചു. ആ പേരെന്താണ്? രസിക സദനം എന്നാണ്. ഇത് പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ്. താഴെ പറയുന്നവരിൽ രസിക സദനം എന്ന വീട്ടുപേര് ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. ആ VT ഭട്ടതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം ആര്യാപ്പള്ളവും പാർവതി നെന്മിനി മംഗലവും മറക്കുട ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകുകയുണ്ടായി.
ഇനി ഈ പാർവതി നെന്മിനി മംഗലം അന്തർജനങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനമുണ്ട്. അതിന്റെ പേരാണ് അനന്തപുര മർദ്ദന നേസനം. വാക്കെന്തുവാണ്? അനന്തപുര മർദ്ദന നേസനം. ഓർത്തു വെക്കണേ. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട അന്തർജന സ്ത്രീകൾക്ക് വേണ്ടി അനന്തപുര മർദ്ദന നേസനം എന്ന ആർട്ടിക്കിൾ എഴുതിയ വ്യക്തി ആരാണ്? പാർവതി നെന്മിനി മംഗലം. അവരുടെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല. ഓർത്തു വെക്കണേ. മംഗലസൂത്രത്തിൽ, വിവാഹമല്ലേ അത്, മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്നുള്ള മുദ്രാവാക്യം മുഴക്കിയ പ്രധാനപ്പെട്ട വനിതയാണ് പാർവതി നെന്മിനി മംഗലം. കൂടാതെ VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട അന്തർജന സമാജത്തിന്റെ അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് പാർവതി നെന്മിനി മംഗലം. ഓർത്തു വച്ചേക്കണേ. അന്തർജന സമാജത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതയായിരുന്നു ആര്? പാർവതി നെന്മിനി മംഗലം. കൂടാതെ ചേറ്റൂർ പുഴയിൽ, എവിടെയാണ്? ചേറ്റൂർ പുഴയിൽ അന്തർജന സമാജം സ്ഥാപിച്ച വനിതയാണ് പാർവതി നെന്മിനി മംഗലം. മറക്കല്ല്, ഒന്നുമില്ല. അന്തർജന സമാജത്തിന്റെ ഒരു ബ്രാഞ്ച്, ഒരു ശാഖ ചേറ്റൂർ പുഴയിൽ സ്ഥാപിച്ച വ്യക്തി ആരാണ്? അത് പാർവതി നെന്മിനി മംഗലം ആണ്. ഇനി താലിമാല സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വനിതയാരാണ്? അല്ലെ, താലിമാല സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വനിതയാരാണ്? സംഭവം ഒന്നുമില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതിന്റെ ഫലമായിട്ട് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ സ്ത്രീ ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ആ ഫൈൻ വേണ്ടി പൈസ തികയാതെ വന്നപ്പോൾ, പണം തികയാതെ വന്നപ്പോൾ താലിമാല കൂടി അടിയറവ് വെക്കേണ്ടി വന്നു. ഈ സംഭവം അറിയപ്പെടുന്ന പേര് താലിമാല സംഭവം എന്നാണ്. നമുക്ക് ആ ഭാഗം ഒന്നും തന്നെ വേണ്ട. താലിമാല സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വനിത ആരാണ്? കമലാ പ്രഭുവാണ്. താലിമാല സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വനിത ആരാണ്? കമലാ പ്രഭുവാണ്. പഠിച്ചില്ലേ? ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. പാർവതി നെന്മിനി മംഗലമാണ് അന്തർജന സ്ത്രീകൾക്ക് വേണ്ടി ബോധവൽക്കരണ ജാഥ സംഘടിപ്പിച്ചു. ഓർത്തു വെച്ചേക്കണം. ഇത് പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ്. ബോധവൽക്കരണ ജാഥ സംഘടിപ്പിച്ച വനിത ആരാണ്? അത് പാർവതി നെന്മിനി മംഗലം. ഏകദേശം മലപ്പുറം മുതൽ കോട്ടയം വരെയായിരുന്നു ബോധവൽക്കരണ ജാഥ പാർവതി നെന്മിനി മംഗലം സംഘടിപ്പിച്ചത്. ഓർത്തു വെക്കണേ. ബോധവൽക്കരണ ജാഥ പാർവതി നെന്മിനി മംഗലം, മലപ്പുറം മുതൽ കോട്ടയം വരെ. അപ്പൊ ഒരു ചോദ്യമുണ്ട്. തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? ഞാൻ പറയാൻ വിട്ടുപോയൊരു ഭാഗമാണ്. തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? ആ ഉത്തരമാണ് ആനി മസ്ക്രീൻ. ആരാണ്? ആനി മസ്ക്രീൻ ആണ് തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയും ആനി മസ്ക്രീൻ ആണ്. ഓർത്തു വെക്കണേ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയും ആനി മസ്ക്രീൻ. തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ വുമൺ മിനിസ്റ്ററുമാണ് ആര്? ആനി മസ്ക്രീൻ. ശരിയല്ലേ? അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട്, വനിതകളുമായിട്ട് ബന്ധപ്പെട്ട് ആരെയെല്ലാം പഠിച്ചു? ഒന്ന് AV കുട്ടിമാളുവമ്മ, മറ്റൊന്ന് അന്ന ചാണ്ടി, മറ്റൊന്ന് ലളിതാംബിക അന്തർജനം, മറ്റൊന്ന് ആര്യ പള്ളം, പിന്നീട് പാർവതി നെന്മിനി മംഗലം, പിന്നെ എക്സ്ട്രാ ചെറിയ ചില വുമൺ ലീഡേഴ്സിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.